സൂക്ഷിച്ചു വേണം വല്ലവൻ്റെ പുതപ്പ്. ഇത് തലവേദന ആയതുകൊണ്ട് അതങ്ങനെ പോയി. സോ ആവശ്യമില്ലാത്തത് നമ്മളെ കർത്താവിനെയാ ചുമക്കേണ്ടത്. കഴുതയാണ്, കർത്താവിനെ ചുമക്ക്. വല്ലവനെ ചുമന്നാൽ അവൻ്റെ തിന്മകളും കൂടെ നമ്മൾ ചുമക്കേണ്ടി വരും. ഒരു കാര്യം അർജന്റീനക്കാരനായ അതിപ്രസിദ്ധനായ ഒരു ദൈവദാസൻ, ദൈവം വളരെ ശക്തമായിട്ട് അദ്ദേഹത്തെ ഉപയോഗിക്കുകയാണ്. അത് യൂറോപ്പിൽ വന്ന് പ്രസംഗിക്കുക ഒരു സാറ്റലൈറ്റ് കോൺഫറൻസിന്. എത്രയോ രാജ്യക്കാരാ സാറ്റലൈറ്റ് കോൺഫറൻസിന് ദൈവകൃപയാൽ കൂടിയിട്ടുണ്ട്. ആദ്യം ശക്തമായ ശുശ്രൂഷ ഇങ്ങനെ നടക്കുക. അപ്പോൾ ആ മിനിസ്ട്രി ഇങ്ങനെ ആ ശുശ്രൂഷ ഇങ്ങനെ നടക്കുമ്പോൾ ഇദ്ദേഹം സ്പാനിഷിൽ പ്രസംഗിക്കുന്നു, അർജന്റീനക്കാരൻ മറ്റൊരാൾ യൂറോപ്യൻ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ആ ശുശ്രൂഷ വളരെ ഗംഭീരമായി ഔട്ട്സ്റ്റാൻഡിംഗ് ആയി ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് ആ ട്രാൻസ്ലേറ്റ് ചെയ്ത ആ വ്യക്തി ഇങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചോദിച്ചു, കർത്താവേ, ഈ മനുഷ്യൻ എത്ര ഔട്ട്സ്റ്റാൻഡിംഗ് ആയി ഉപയോഗപ്പെടുന്നു, ഇദ്ദേഹത്തിനുള്ളത് എല്ലാം എനിക്ക് വേണം. പരിശുദ്ധാത്മ ചോദിച്ചു, റിയലി? അദ്ദേഹത്തിനുള്ളതെല്ലാം നിനക്ക് വേണോ? എനിക്ക് വേണം കർത്താവേ, കിട്ടിയേ പറ്റത്തുള്ളൂ. എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് കർത്താവ് അദ്ദേഹത്തെ ഉപയോഗിച്ച്, അദ്ദേഹത്തിനുള്ളതെല്ലാം എനിക്ക് വേണം. ലോങ് ടൈം സൈലൻസ്. ഫസ്റ്റ് സെഷൻ കഴിഞ്ഞ് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു. ഉച്ചയ്ക്ക് ശേഷം അല്പം വിശ്രമിച്ച് എഴുന്നേൽക്കുമ്പോൾ തലയുടെ രണ്ട് ഭാഗത്തും വെട്ടിപ്പൊളിക്കുന്ന പോലെ മൈഗ്രെയിൻ തലവേദന. അതുവരെ ജീവിതത്തിൽ ഇല്ല ഇത്രയും തലവേദന. അയ്യോ, ഇതെങ്ങനെയാ എനിക്ക് ഈ തലവേദന വന്നത്? അല്പം കഴിഞ്ഞപ്പോഴേക്കും ഫോൺ ബെല്ലടിച്ച്. ആ ദൈവദാസനാണ്, അടുത്ത റൂമിൽ അദ്ദേഹം ഉണ്ട്. അദ്ദേഹം ചോദിച്ചു, എവിടെയാണ് ഇന്ന മെഡിസിൻ കിട്ടുന്നത്? വല്ല വഴിയുണ്ടോ മെഡിസിൻ? എന്തോ മെഡിസിനാ? തലവേദനയ്ക്കുള്ള മെഡിസിനാ പുള്ളി ചോദിക്കുന്നത്. അപ്പോൾ ചോദിച്ചു, അത് എന്താ? അത് പറഞ്ഞു, എനിക്ക് ഹെറിഡിറ്ററിയായി ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും മൈഗ്രെയിൻ തലവേദനയുണ്ട്. അപ്പോൾ ആ കുടുംബത്തിലേക്ക് ഈ പുള്ളിയും അതെ ദത്തെടുത്തങ്ങ് ചെന്ന് കയറിയിരിക്കുകയാണ്. കർത്താവിനെ ചുമന്ന നീ യാക്കോബല്ല, ഇസ്രായേലാണ്. കർത്താവിനെ ചുമന്ന നീ യാക്കോബല്ല, ഇസ്രായേലാണ്. എല്ലാ മനുഷ്യനിൽ നിന്ന് അപ്പനല്ല മറ്റ് വല്ലവരെയും ചുമന്നാൽ ജീവിതകാലം മുഴുവൻ യാക്കോബുമായിരിക്കും, അവന്റെ തിന്മയും കൂടെ ചുമക്കേണ്ടി വരും. കണ്ടിന്യൂ.